നടപ്പ് രോഗിയാണ് കാണാമെന്ന്. ആണോ? അത് ശരിയാ, പത്രം നടക്കുന്നതാണോ? നടക്കാറില്ല. ആഹാരം നടക്കുകയാണെങ്കിൽ ജോലിയാതെ തന്നു. ഓരോ ജോലിയാതെ ഒടുക്കത്തെ കുറിച്ച് നല്ല കേട്ടോ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. 知 ചീടുന്നു.
സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. പൈതലമ്മതന്മാരിലായി ചേർന്നുറങ്ങുന്ന ശാന്തത, പൈതലമ്മതന്മാരിലായി ചേർന്നുറങ്ങുന്ന ശാന്തത ആത്മാവിനേകുവാൻ ദൂതനുണ്ടെന്റെ ചാരത്ത്. എന്റെ ആത്മാവിനേകുവാൻ ദൂതനുണ്ടെന്റെ ചാരത്ത്. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. പ്രിയരേ, നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല. പ്രിയരേ, നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ. പിരിയാം ഇപ്പോൾ കാണാം അവിടെ.
നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ പിന്നിൽ മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ പിന്നിൽ മനസാലുപേക്ഷിച്ച് പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു എൻ കുറവുകളേതുമേ സഹിച്ചു എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു എൻ കുറവുകളേതുമേ സഹിച്ചു ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു പ്രിയരേ ഇനി മാപ്പു നൽകണേ ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു പ്രിയരേ ഇനി മാപ്പു നൽകണേ പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ
കാട്ടാതെ സ്നേഹം മൂടിവച്ചു. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, എന്നെയോർത്തങ്ങ് നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ, എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. എന്നെയോർത്തങ്ങു നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ, എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ.
എന്തുകൊണ്ടെന്നാൽ ആകാശത്തിന്റെയും ഭൂമിയുടെ രാജാവും ദേവന്റെയും മണ്ഡലത്തിന്റെയും നാശനമാകുന്നു നിന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർഭനാം മിശിഹാകർത്താവേ, അഴലും മരണവും ഇല്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവനോടെ ചിരകാലം ആനന്ദത്തൊഴു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. ലോകം ബദ്ധം സകലേശ ഞങ്ങൾ കരുതുക നവജീവൻ. കർത്താവ് വിശ്വാസത്തിനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുഷ്യനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. മറ്റിലമത്തില പുണരുന്നു ജയമുള്ളോരക്ഷയനാകും മറ്റിദേവം സകലേശം ഇതരായോധനമാക്കുന്നു. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. മഹിമയോടന്തിമ വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ വൃത്തമേ നല്ലവരത്തു വകമ്പാമേ നൽകണമേ നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. മത്സ്യങ്ങളെ കൊണ്ട് പ്രത്യാശിക്കാത്തവരെ പോലെ
നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തുന്നതിൽ നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ നയിക്കുകയും അവനോടുകൂടി ഉയർത്തുകയും നമ്മുടെ കർത്താവ് ആഗമനാകുമ്പോൾ ജീവിച്ചിരുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ലായിരുന്നു. നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടും കൂടെ സ്വർഗത്തിൽ വരും. മിശിഹായിൽ നയിച്ച് രാജ്യം ഏറ്റെടുക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ നാം കർത്താവിന്റെ വിജയത്തിനായി അവരോടുകൂടെ മേഖലകൾ ഏർപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആദ്യമായി ഈ വാക്കുകളായി നിങ്ങൾ പരസ്പരം ആശിക്കുകയും എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവരെ വിശ്വസിക്കുകയും ചെയ്യുന്നവരുണ്ടായിരുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അത് വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്നോ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവിന്റെ പുത്രനെയും ജീവന്റെ ഉറവിടം ആക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവുന്ന അധികാരവും അവരെ കൊടുത്തിരിക്കുന്നു. നിങ്ങളിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവരുടെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ഒരുത്തമ കുടുംബനാഥന്റെ മതസംസ്കാര കർമ്മത്തിലാണ് നമ്മൾ ഇപ്പോൾ പങ്കെടുക്കുക. എങ്ങനെയാണ് ഒരു കുടുംബത്തെ നയിക്കേണ്ടതെന്നും എങ്ങനെയാണ് മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കേണ്ടതെന്നും കഷ്ടപ്പാടിലൂടെയും അതോടൊപ്പം അധ്വാനത്തിലൂടെയും തെളിയിച്ച കുടുംബനാഥന്റെ മതസംസ്കാര കർമ്മത്തിലാണ് നമ്മൾ പങ്കെടുക്കുക. ഒറ്റമുറി കെട്ടിടത്തിൽ കച്ചവടം ചെയ്തും അങ്ങനെ ജീവിച്ചും 8 മക്കളെ വളർത്തി വലുതാക്കി അവർക്കൊക്കെ സ്വന്തം നിലയിൽ നിൽക്കുവാനായിട്ട് പ്രാണിയും പ്രാപ്തിയും ഉണ്ടാക്കിക്കൊടുത്തത് ഇവിടെ നിശേഷനായി കിടക്കുന്ന അപ്പത്തിൻ്റെ അധ്വാനവും അതുപോലെ തന്നെ കരുതലുമാണ്. ഉപ്പിലും ചോറിലും പിടിച്ച് കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി. അതുമാത്രമല്ല, ഈ ഇടവകയുടെ മാതൃദേവാലയത്തോട് സഹകരിച്ചുകൊണ്ട് സകലവിധ പ്രാർത്ഥനകളിലും അതോടൊപ്പം വാർഡിലെ സകല കാര്യങ്ങൾക്ക് മുൻപത്തിൽ നിന്നുകൊണ്ട് നാട്ടുകൃത്യമായിട്ട് പലപ്പോഴും തളർന്നു പോകാവുന്ന അസുഖങ്ങളുണ്ടായപ്പോൾ പോലും വടികുത്തി കഷ്ടപ്പെടുന്ന ആകാശങ്ങളിൽ പള്ളി വരുന്നത് ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. ഭാഗ്യമുള്ള ഒരു മരണത്തിലേക്ക് അപ്പച്ചൻ പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ആദ്യം തന്നെ അപ്പച്ചൻ്റെ തറവാടിൽ ദുഃഖിക്കുന്ന മക്കൾക്കും അതുപോലെ തന്നെ ഈ പ്രതികൂല കാലാവസ്ഥയിൽ അപ്പച്ചനുള്ള സ്നേഹത്തെ പ്രതി ഇവിടെ മതസംസ്കാരങ്ങൾ മുതൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് അനുശോചനം അറിയിക്കുകയാണ്. അനിശ്ചിതയിൽ നിന്നും നിത്യതയിലേക്കുള്ള പ്രവേശന കവാടത്തിലേക്കാണ് അപ്പച്ചൻ നടന്നുപോയത്. ലാസറിന്റെ മരണത്തിൽ ദുഃഖതയായിരുന്ന സഹോദരിമാരോട് ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവമഹത്വം ദർശിക്കും. ഈ മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, മറിച്ച് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ പ്രകടമാകാനുള്ളതാണ്. ഇതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അത്രയധികം സൂക്ഷിച്ചും കരുതലോടുകൂടി ജീവിച്ചാലും നമ്മുടെ ജീവിതത്തിൽ മാനുഷികമായ കളിമൺ പാത്രം എന്ന നിലയിൽ ചില രീതിയിലുള്ള പാപങ്ങളോ അല്ലെങ്കിൽ കുറവുകളോ ഒക്കെ ഉണ്ടാവാം. അതുകൊണ്ട് ഇതിന് ശ്രമിച്ചുകൂടി നമുക്ക് എല്ലാവർക്കും അവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വളരെ ആത്മാർത്ഥതയോടുകൂടി ദൈവത്തിൻ്റെ സന്നദ്ധയിൽ അതിനെ സമർപ്പിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബാക്കി കർമ്മങ്ങളിലേക്ക് കിടക്കാം. സ്നേഹത്തായി
നിന്റെ കൽപ്പനയെ പുറപ്പെടുന്ന ഈ ആത്മാവിനെ വിദ്യാർത്ഥി ശുദ്ധമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധമായി ചെയ്യുന്നു നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധം കടന്നു ക്ഷണിക്കുന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴി മറ്റൊരുത്തിന് വിദേശിയും ക്ഷേമം പ്രദാനം ചെയ്ത നിശ്ചയായി നിന്റെ മഹത്വത്തിൽ പറക്കിയാൽ ഈ ആത്മാവിനെ പ്രകാശിക്കുകയും പ്രതിരാജ് അവകാശ ആവുകയും ചെയ്യണമെന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്രയിക്കാൻ വേണ്ടി ദാസന മനസ്സരങ്ങളിൽ നിശ്ചയായി കരയുന്നവർ കണ്ണുകൾ തുടയ്ക്കുകയും അവരെ ആശ്രയിക്കുകയും ചെയ്യണമെന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാമതിയും പാവങ്ങൾ തോന്നുന്നതുമായ നിശ്ചയത്തിന്റെ ദാസന്റെ പാവങ്ങൾ കൊടുക്കുകയും അയാൾ കുടുംബാംഗങ്ങളെ ചർച്ചക്കാരെ ആശ്രയിക്കുന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിനിറങ്ങി പരിശുദ്ധാത്മാവിനാൽ മനുഷ്യനായി പിറന്നു. പതിനാഴ്ചത്തിന്റെ കാലത്ത് ഇടകൾ സഹിക്കുകയും തിരുവാഴ്ചപ്പെടുകയും മരിക്കുകയും സംശയിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും തിരിയുവാൻ അവിടുന്ന് വീണ്ടും പരിപാലിക്കുന്നു. പിതാവിന്റെ രൂപത്തിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്വൈര്യവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ വേദവും നിത്യാവശ്യം ഞങ്ങളെ തുടരുകയും ചെയ്യുന്നു. അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവിതീ വെള്ളത്തിന്റെ നാമം വിശുദ്ധാത്മാവുമായ അത്യാശ്രയാവുന്ന ജീവിതീ വെള്ളത്തിന്റെ നാമത്തിലും പിതാവുകളും പരിശുദ്ധാത്മാവുമായ മരണം വരുമൊരു നാൾ ഓർത്തുകമർത്യാമീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുകമർത്യാമീ എന്തിനു കരയുന്നു, വ്യാകുലമാനസനായി എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങിമറിഞ്ഞു ഇളകും കടൽ പോലെ. കൂടെ പോരും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. കൂടെ പോരും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചെയ്തോ ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടിയനെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പിതൃക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന ജ്ഞാനത്തിലേക്ക് ദൈവം തന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ.
കരയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും നമുക്കെല്ലാവർക്കും നമ്മുടെ യുദ്ധത്തിലാക്കിയ രണ്ട് മരണങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇന്നലെ സംഭവിച്ചത്. സംസ്കാരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. രണ്ട് സ്ത്രീകളുടെ പ്രധാനമായ ആത്മീയായിട്ട് ഈ രണ്ട്
രണ്ട് വ്യക്തികളെ സംബന്ധിച്ചും ഒറ്റവാക്കി പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കഴിയുന്നവരെല്ലാം പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാരായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും ദുഃഖത്തിൽ മരണത്തിൽ ദുഃഖിച്ചുകൊണ്ട് അവരുടെ അന്തിമമായ ആ യാത്രയ്ക്ക് അഭിവാദം അർപ്പിക്കുവാനും നിത്യശാന്തി ദൈവമായിട്ട് കൂടിയിരിക്കുന്ന ദൈവത്തിൻ്റെ പരമകരുണയെ സമർപ്പിച്ചുകൊണ്ട് ദൈവാലയത്തിൽ നിന്ന് സിമിത്തേരിക്കുള്ള സംസ്കാരങ്ങളും ആരംഭിക്കുകയാണ്. രണ്ടുപേരെയും അനുസരിച്ചുകൊണ്ട് നമ്മുടെ സ്നേഹവും ദുഃഖവും പ്രാർത്ഥനയിലേക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് സന്തോഷിച്ചു ജീവനും അതുപോൽ ശരണവും ശബ്ദമുയർത്തുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കും. ദൈവത്തിലായിരിക്കും അഭയം കുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരുവാനും ഈ വഴിയിനി ഞാൻ തിരികെ വരില്ല, ഈ വഴിയിന്നെൻ്റെ അന്ത്യയാത്ര. ആറടി മണ്ണിൽ ഒതുങ്ങിടാൻ ഉടയവനോതി ഞാനിറങ്ങി. ഈ വഴിയിനി ഞാൻ തിരികെ വരില്ല, ഈ വഴിയിന്നെൻ്റെ അന്ത്യയാത്ര. ദാസന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്തെ പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയമാക്കുകയും ചെയ്ത ദൈവമേ,
നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ടായി കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വര. സോപ്പാവുകൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടു കൂടി അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉല്ലാസകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. കർത്താവ് ഞാൻ പ്രവർത്തിക്കും മഹിമയോടെ അന്തിമ വിധി നാളിൽ. കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ, നല്ലവരത്തു വലം ഭാഗേ. ആകാശഭൂമിയിലേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ ബുധനായുസ്സും. വഴിയങ്ങേ സുഖനാണവരെന്നോർക്കണമേ. ഉൾക്കൊണ്ടവരാം നിൻസുതരെ നെറ്റിവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃഗയിൽ ജീവനുദിക്കുന്നു. ആദ്യമുതലുള്ളവയെല്ലാം തെളിവായ എന്നുടെ നാഥ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദിമുതലേക്കുവാമേൻ സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ആമേൻ ഘോഷിക്കുവിൻ സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യരമത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാവനിക്ക് പതിവെടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മലാഖമാരോട് സ്വർഗ്ഗത്തിൽ തന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. അന്തിമനാളിൽ
മാനവരാജ്യം നേടും മനുഷ്യനുഭാഗ്യം. കരയറ്റവനായി ചിരമതിവാവിൽ മിന്നി വിളങ്ങും മുഖമൊടു കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനുഭാഗ്യം. അന്തിമനാളിൽ കാരുണ്യവരും മാനവരാജ്യം നേടും മനുഷ്യനുഭാഗ്യം. വലിയ നിരക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നു കേൾക്കും മനുജനുഭാഗ്യം. അന്തിമനാളിൽ കാരുണ്യവരും വിധിയാൽ മാനവരാജ്യം നേടും മനുഷ്യനുഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിപതിയുടെ ദിവസത്തിൽ നിന്റെ ദാസൻ ജോസഫിനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറക്കുന്നവനും കണ്ണു നിറഞ്ഞവൻ നീതിമാനമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനമായ സർവേശ്വര. സർവത്തിന്റെ നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ ജീവനം നൽകി സ്വർഗരാജ്യമായ നാശത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ മോദീശ്വരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തെ സഹകരിച്ച ഇയാളെ ബഹുമാനിക്കുകയും ഞങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപനിബന്ധന നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആയിരം തിരിയുള്ള മണിവിളക്കായി നീ ആത്മാവിലെന്നും തെളിഞ്ഞു നിൽക്കും. അന്തിമയാത്രയല്ലോ ഞങ്ങളേകും നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ. അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ. തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ ഈ സോദരങ്ങൾ. തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ ഈ സോദരങ്ങൾ. സോദരങ്ങൾ സോദരങ്ങൾ അന്തിമയാത്രയല്ലോ
ഞങ്ങളേകുന്നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. അറിയാതെയോ അറിവില്ലാതെയോ ചെയ്ത തെറ്റുകൾ ദൈവം ക്ഷമിച്ചിടട്ടെ. അറിയാതെയോ അറിവില്ലാതെയോ ചെയ്ത തെറ്റുകൾ ദൈവം ക്ഷമിച്ചിടട്ടെ. ദിവ്യശരീരവും രക്തവുമാത്മീയ ഭോജനമാക്കിയ ദാസരോടായി. ദിവ്യശരീരവും രക്തവുമാത്മീയ ഭോജനമാക്കിയ ദാസരോടായി. ദാസരോടായി ദാസരോടായി. അന്തിമയാത്രയല്ലോ ഞങ്ങളേകുന്നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. അനുവാദമില്ലിനി ഈ മണ്ണിൽ തുടരാൻ. അധികാരമുള്ള നാഥനെന്നെ വിളിച്ചു. ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി. ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി. എന്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. എന്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. അനുവാദമില്ലിനി ഈ മണ്ണിൽ തുടരാൻ. അധികാരമുള്ള നാഥനെന്നെ വിളിച്ചു. ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി. ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി. എന്റെ സ്വന്ത ദേശത്തെ